നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും 2020 സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം കാണാനുള്ള ആവേശത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. സഞ്ജു സാംസന്റെ കിടിലം പെർഫോമൻസിൽ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഓരോരുത്തന്മാർ പറയുന്നത് കേട്ടാൽ സത്യം പറഞ്ഞാൽ ദൈവം സഹിക്കില്ല. ഉള്ള കാര്യം പറയാമല്ലോ. പലരും ഇപ്പൊ ടീമിനെടുക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയ തീരുമാനിക്കും സഞ്ജുവിനെ എടുക്കണം, പ്ലേയിങ് അവനെടുക്കണം, എവനെടുക്കണം. എന്തൊക്കെ വിരോധാഭാസങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്നത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സൗത്ത് ആഫ്രിക്കയുമായുള്ള കളിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ സൂര്യകുമാർ യാദവ് പരാമർശിച്ച ഒരു തമാശയാണ് പരാമർശിച്ചത്. അതിനെന്തൊക്കെ പറഞ്ഞു വരുത്തി. സൂര്യകുമാർ യാദവിന് സഞ്ജുവിന് ഇഷ്ടമല്ല, സഞ്ജുവിനെ ടീമിൽ എടുക്കേണ്ടെന്നുള്ള മോശം പരാമർശം എന്നൊക്കെ പറഞ്ഞ് ആ കളി തോറ്റതിന് ശേഷം എന്നൊക്കെ പറഞ്ഞ് വളരെ മോശം പരാമർശം നടത്തി. മനസ്സിലാക്കണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സൂര്യകുമാർ യാദവ് ഈ സഞ്ജു സാംസനെ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ഇല്ല സൂര്യകുമാർ യാദവിനെ പോലെ. എനിക്ക് ഇപ്പോഴും അറിയാം, കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടുമായിട്ട് നടന്ന 5 മത്സരങ്ങൾ നടത്തി. അതിൽ 5ലും സഞ്ജു ഫ്ലോപ്പായിരുന്നു. മൊത്തം 51 റൺ എടുത്തിട്ടുണ്ട്. ഒരു കളി 22, ഒരു കളി 16, ബാക്കി 2 കളിയിൽ 3, ഒരു കളി 0. ഈ 5 കളിയിലും സൂര്യകുമാർ യാദവ് സഞ്ജു സാംസനെ കളിപ്പിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കാത്ത സത്യമാണ്. മനസ്സിലായില്ലേ? അതുമാത്രമല്ല, എവിടെയാണ് സൂര്യകുമാർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് സഞ്ജു സാംസനാണ്. പക്ഷേ സോഷ്യൽ മീഡിയ കൊണ്ടൊന്നും തിരിയുകയും ഇത് ഒരു വളരെ വിരോധാഭാസമായ ഒരു പരിപാടിയാണ്. അത് മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം പറയാനുണ്ട്. ഇമ്പാക്ട് പ്ലെയർ 97 റൺസ് എടുത്ത സഞ്ജു സാംസൺ 97 റൺസ് എടുത്ത കളിയുടെ അന്നത്തെ ഇവരുടെ ടീം മീറ്റിംഗിൽ ഇമ്പാക്ട് പ്ലെയറെ സെലക്ട് ചെയ്തു. ഇമ്പാക്ട് പ്ലെയറായിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ് അറിയാമോ? ജസ്പ്രീത് ബുംറ. എന്റെ പൊന്നെ, സോഷ്യൽ മീഡിയ ഇനി പറയാവുന്നില്ല. സഞ്ജുവിനെ തെരഞ്ഞെടുത്തില്ല, സഞ്ജുവിനെ നോർത്ത് ഇന്ത്യൻകാർക്ക് താല്പര്യമില്ല, അത് മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അടിച്ചു വിടുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കൃത്യമായിട്ട് ആ കളിയുടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് എടുക്കാൻ പറ്റിയ സഞ്ജു സാംസനെ പോലെ കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരാൾ ജസ്പ്രീത് ബുംറയാണ്. ഒരുപക്ഷെ ഒരു പടി മുന്നിൽ നിൽക്കുന്നു ഞാൻ പറയാം. കാരണം 11 ഓവറിൽ 99 റൺസ് എടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു വിക്കറ്റ് എന്തോ പോയി നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ, അതും ഒരു പവർ പ്ലേയിൽ ജസ്പ്രീത് ബുംറ വന്നിറങ്ങിയ ഒരു ഓവറാണ്. ആ ഓവറിൽ 2 വിക്കറ്റ് എടുത്തു. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് പറഞ്ഞ ആ നിർണായകമായ വിക്കറ്റാണ്. ആ ഒരു കൃത്യമായിട്ട് അതുകൊണ്ട് തന്നെയാണ് 195 റണ്ണിൽ ഒതുങ്ങിയത്. അപ്പോൾ ഇതൊക്കെ അവരുടെ ഇടയിലുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്ത് വീർപ്പിച്ച് വലിയ സംഭവങ്ങളാക്കി മാറ്റുന്ന സോഷ്യൽ മീഡിയ വളരെ മോശമാണ്. ഇനി അതിനെക്കാട്ടും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഈ സഞ്ജു സാംസൺ സെറിമണി നടത്തിയതിന് മതസൗഹാർദ്ദം 3 മതങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്ന സഞ്ജു സാംസൺ അങ്ങ് എഴുതി വിടുകയാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ വിശ്വാസി തന്നെയാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന അവിടുത്തെ പ്രവൃത്തി യേശുദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള ക്രിസ്ത്യൻസ് എന്താണോ ചെയ്യുന്ന ആ ഒരു സെറിമണി തന്നെയാണ് അദ്ദേഹം ചെയ്തത്. 3 കൈകൾ ഇങ്ങനെ കാണിച്ചതും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അതിലൊരു തെറ്റും പറയാനില്ല. കാരണം എന്താണ്? അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നടത്തിയത്. സഞ്ജു സാംസൺ ഒരു മതേതരവാദ അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്ന ഒരാളാണെന്ന് കാണിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും, സന്നദ്ധ സഹായ പ്രവർത്തനങ്ങൾക്കും എല്ലാം തന്നെ അതിൻ്റെ ഒരു ഭാഗമുണ്ട്. ഈ കേരളത്തിലുള്ള ഒരാൾക്കും അത് കാണിക്കേണ്ട ഒരു കാര്യമില്ല. വല്ല നോർത്ത് ഇന്ത്യൻകാർക്ക് വേണമെങ്കിൽ അത് കാണിക്കാം, കേരളക്കാർക്ക് അത് കാണിക്കേണ്ട കാര്യമില്ല. അത്രയും മതസൗഹാർദ്ദം പോകുന്ന ഒരു രാഷ്ട്രത്തിലുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തിലുള്ള കേരളത്തിലുള്ള ഒരാളാണ് സഞ്ജു സാംസൺ. പക്ഷെ അതിനെ ഈ സോഷ്യൽ മീഡിയ തീരുമാനിക്കുകയാണ് അത് മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. എൻ്റെ പൊന്നു സോഷ്യൽ മീഡിയ, നിങ്ങൾ ദയവ് ചെയ്ത് അവരെയൊക്കെ വെറുതെ വിടും. പിന്നെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വാർത്തയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഹെൽമെറ്റും ബാറ്റും എടുത്ത് ഇട്ടത് അത് പെരുമാറ്റച്ചട്ട ലംഘനത്തിനാണ് എന്നൊക്കെ ഒരു വാർത്ത പറയുന്നുണ്ട്. അത് ഏകദേശം സത്യസന്ധമായ ഒരു വാർത്തയാണ്. പക്ഷേ മാച്ച് റഫറി തീരുമാനിക്കും അത് പെരുമാറ്റച്ചട്ടമാണെന്നുള്ളത്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കുറെ അച്ചടക്കത്തിൽ പോകുന്നൊരു കളിയായതുകൊണ്ട് അതൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരിക്കും. എങ്കിലും നമുക്ക് നല്ലൊരു മത്സരം ഇംഗ്ലണ്ടുമായിട്ട് നടക്കുന്ന സെമി ഫൈനലിൽ ഇന്ത്യ ജയിക്കുകയും ചെയ്യുക. സഞ്ജു സാംസൺ കിടിലം പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ. എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു.